ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നമ്മുടെ രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിച്ചിരിക്കുന്ന സന്ദർഭമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും രാജ്യത്തെ പൗരന്മാരെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്തും ഈ നാട്ടിൽ വലിയ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുന്ന സന്ദർഭമാണിത്. ഈ രാജ്യത്ത് തന്നെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന വലിയ അതിക്രമങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആസാമിലേക്ക് വന്നാൽ ധാരാളം മനുഷ്യർ അവർ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ, പിന്നോക്ക സമൂഹങ്ങളിൽ നിന്നായതിൻ്റെ പേരിലൊക്കെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം നമ്മളുടെ രാജ്യത്തുണ്ട്. തൊട്ടിപ്പുറത്ത് ബീഹാറിലേക്ക് വന്നാൽ ധാരാളം മനുഷ്യർ അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വളരെ ബോധപൂർവം അവരുടെ അടിസ്ഥാന അവകാശങ്ങളിലൊന്നായ വോട്ടവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ രാജ്യത്തുണ്ട്. അതിനുമപ്പുറം അന്യായമായി അതിക്രമത്തിലൂടെ കൃത്രിമമായി വോട്ട് ചേർക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇങ്ങനെ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്തും വലിയ അർത്ഥത്തിലുള്ള ക്രമക്കേടുകൾ, അനീതികൾ, പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള വളരെ ആസൂത്രിതമായ അനീതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആസാമിലെയും ബീഹാറിലെയും സംഭവവികാസങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, പൗരത്വ നിയമം 2019 ശേഷം അത് വലിയ പ്രതിഷേധങ്ങൾ, അതിനെതിരെയുള്ള വലിയ ചെറുത്തുനിൽപ്പുകൾക്ക് പശ്ചാത്തലത്തിൽ സാങ്കേതികമായി അത് മരവിപ്പിക്കുന്ന സമയത്തും അതിൻ്റെ തുടർച്ചകൾ ആ അർത്ഥത്തിൽ പ്രത്യേകമായ സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്ത് തന്നെ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. നമ്മൾ ആദ്യമായി ആസാമിലാണ് ധാരാളം മനുഷ്യർ, ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരിക്കും അസം ഒരു സംസ്ഥാനമെന്ന നിലയിൽ, എന്തുകൊണ്ടാണ് അസം ഇതിൽ ഇത്ര പ്രധാനമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ശക്തികളുടെ, ഹിന്ദുത്വ ശക്തികളുടെ ഒരു കേന്ദ്രമായി, അവരുടെ ഒരു പരീക്ഷണശാലയായി മാറുന്നതെന്നാണ് നമ്മൾ ഒന്നാമതായി ആലോചിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച 3 വിഷയങ്ങളായാലും, ഒന്ന് അസാമിൻ്റെ വിഷയമായി കഴിഞ്ഞാലും, പിന്നീട് ബീഹാറിലെ SIT-യുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയമായി കഴിഞ്ഞാലും, ഈ 3നെയും കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു റെപ്രസെൻറ്റേഷണൽ ഡെമോക്രസീൻ്റെ ഒരു അടിസ്ഥാന ആണിക്കല്ലിനെ ഇളക്കണ ഒരു പരിപാടിയാണ്. കാരണം ജനാധിപത്യത്തിനെ ഒരു പൗരന് അനുഭവിക്കാൻ കഴിയുന്നത് വോട്ടിങ്ങിലൂടെയാണ്. പലതരത്തിലുള്ള ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു സുന്ദര സുരഭിലമായ ഒരു ജനാധിപത്യത്തിനെ നമ്മൾ ഒരിക്കലും അനുഭവിക്കലില്ല. മറിച്ച് ജനാധിപത്യത്തിനെ നമ്മൾ അനുഭവിക്കുക ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശത്തിലൂടെയാണ്. അപ്പോൾ ഇത് ആസാമിൽ തന്നെ ഈ NRC/CAൻ്റെ പട്ടികേൻ്റെയൊക്കെ ചർച്ച തുടങ്ങുന്നത് ഒരു വോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടാക്കിക്കൊണ്ടാണ്. ഡൗട്ട്ഫുൾ വോട്ടർ, അതായത് ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, കാരണം വി ഡൗട്ട് ഹിം ആസ് ആൻ ഇല്ലീഗൽ ഇമിഗ്രൻറ്റ്, അയാൾ ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറിയ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിക്കൊണ്ടാണ് അവിടെ NRCൻ്റെ ചർച്ചകളൊക്കെ തുടങ്ങുന്നത്. അത് പണ്ടേ ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെ നമ്മൾ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്ന് പറയുന്നൊരു ലാർജർ പ്രൊജക്റ്റിൽ ഇത് ശരിക്കൊരു അവരുടെ ഒരു ഐഡിയോളജിക്കൽ വിഷനാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആദർശത്തിൻ്റെ തന്നെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഇപ്പോൾ സവർക്കറിൻ്റെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഗോൾവാൾക്കറിൻ്റെ വർക്കിലൊക്കെ വളരെ കൃത്യമായിട്ട് ഗോൾവാൾക്കർ അവർ പിന്നെ ഒരു നാഷൻ ഉണ്ടാകുന്ന 5 യൂണിറ്റുകളുണ്ട്. അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കൾച്ചർ, ലാംഗ്വേജ്, ടെറിട്ടറി, ഫെയ്ത്ത്, അങ്ങനെയുള്ള 5 സംഗതികൾ. അപ്പോൾ ഇതഞ്ചും ഒന്നിച്ചു വരാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഹിന്ദുക്കളാണ്, ആ ഒരു ക്ലെയിമുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റി ഹിന്ദുക്കളാണ് എന്നവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്ക് അതിൽ സവർക്കറിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, സവർക്കർ ഒരു തുർക്കീൻ്റെ കുറച്ച് എക്സാമ്പിളിങ്ങനെ സവർക്കർ പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയുള്ളത് തുർക്കീൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. സവർക്കർ അതിൽ പറയുക, നിങ്ങൾ തുർക്കിയിലേക്ക് നോക്കി, തുർക്കിയിൽ യുവതുർക്കികളെല്ലാം കൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യം ഉണ്ടാക്കി. എന്നിട്ട് അതിൽ പിന്നെ
പാർലമെൻറ്റിലെത്തിയപ്പോൾ അതിൽ അർമേനിയക്കാരെ കൊണ്ടുവന്നു, ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ടർക്കീൻ്റെ മുകളിലുള്ള ക്ലെയിംസ് ടർക്സിന് ഇല്ലാതായി പോവുകയാണ്. കാരണം അർമേനിയക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പിന്നീട് അർമേനിയൻസിൻ്റെ കൂടെ ചേർന്നു അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പരായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും റെപ്രസെൻറ്റേഷണൽ ഡെമോക്രസി, അതായത് മൈനോറിറ്റിക്ക് അധികാരത്തിൽ പവർ ഷെയറിങ് എന്ന് പറയുന്നത് അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഘ് പരിവാറിൻ്റെ ഒരു ഐഡിയോളജിക്കൽ വിഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഗതി. അത് ഒരു ലാർജർ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് നമ്മൾ ബീഹാറിൽ കാണുന്നതാണെങ്കിലും ആസാമിൽ കാണുന്ന ഡിവോട്ടേഴ്സ് ആണെങ്കിലും. അപ്പോൾ എന്തുകൊണ്ട് ആസാം ഇത്രയും വലിയൊരു പ്രൈമറി ടാർഗറ്റായി മാറുന്നു എന്ന് വെച്ചാൽ ആസാമിലെ മുസ്ലിങ്ങളുടെ പൊളിറ്റിക്കൽ പവർ ഷെയറാണ്. 2011 AUDFൻ്റെ ഫോർമേഷന് ശേഷം 2011 ആസാമിൽ ശരിക്കൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു മാറ്റം ആസാമിൽ സംഭവിക്കുന്നുണ്ട്. അതായത് അന്ന് AIUDF, ബദറുദ്ദീൻ അജ്മലിൻ്റെ നേതൃത്വത്തിലുള്ള AIUDF മൊത്തം 126 മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിലാണ് മുസ്ലിം കാൻഡിഡേറ്റ്സ് ജയിക്കുന്നത്. പ്ലസ് അതിൻ്റെ പുറമെ കോൺഗ്രസിലും BSPയിലൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ കൂടിയിട്ട് മുസ്ലിങ്ങളുടെ ഈ പവർ ഷെയറാണ് ശരിക്കും ആസാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു മുസ്ലിങ്ങളുടെ പവർ ഷെയറിനെ ഇല്ലാതാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് എന്ന അർത്ഥത്തിലാണ് ആസാം ഇവരുടെ ഒരു പ്രൈമറി ടാർഗറ്റ്. അതായത് ഇന്ത്യയിലുള്ള നേരത്തെ പറഞ്ഞല്ലോ സംഘ് പരിവാറിൻ്റെ ഒരു ബേസിക് ഡെമോക്രസീനെ പറ്റിയിട്ടുള്ള എത്നിക് ഡെമോക്രസിയാണ്. അവിടെ പിന്നെ ഡെമോക്രസീനോട് അവർക്ക് വലിയ പ്രശ്നമില്ല, ഇലക്ഷൻ നടക്കും, അതിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇത് വരും. പക്ഷേ ഈ ഒരു മൈനോറിറ്റീസിന് എന്തുണ്ടാവാൻ പാടില്ല, ഈ ഒരു പവറിൽ ഷെയർ ഉണ്ടാവാൻ പാടില്ല. ഡെമോക്രസി ഓഫർ ചെയ്യുന്ന ഈ ഒരു പവറിൽ മൈനോറിറ്റീസിനല്ല, പക്ഷേ ഇവിടുത്തെ ഒരു എത്നിക് ആയിട്ടുള്ള ഹിന്ദുക്കൾക്ക് മാത്രമാണ് അതിലൊരു പവർ ഷെയർ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പവർ ഷെയറിനെ ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും, അതായത് കശ്മീർ കഴിഞ്ഞാൽ, കശ്മീരിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ചയിലേക്ക് വരാം. ഈ കശ്മീർ കഴിഞ്ഞാൽ ഈ ഒരു ഡെമോക്രസീൻ്റെ പവർ ഷെയറിനെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആസാം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആസാമിൽ ഉള്ള, അതുകൊണ്ടാണ് NRCCA കൊണ്ടുവരുന്നു, ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുസ്ലിങ്ങളെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു മുസ്ലിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പവറിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരത്തെ തകർക്കുക അതാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പ്രിമൈസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ആസാമിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം എന്നാണ് ആസാമിലെ യഥാർത്ഥത്തിൽ ഈ ആസാം ഒരു ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. വളരെ ബോധപൂർവമായൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. NRC സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ആസാം എന്ന് പറയുന്നത്. UPക്ക് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ടൊരു വളരെ ഭംഗിയായി അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ബംഗാളിക്ക് ജോലിയില്ല, അതുപോലെ ബംഗാളിക്ക് കൂലിയില്ല എന്നതായിരുന്നു കഴിഞ്ഞ ഒരു 2 മാസം ആസാമിൽ ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗായി വന്നൊരു സാധനം. അത് ബംഗാളി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബംഗാളിൽ നിന്ന് കുടിയേറി വന്ന ആസാമിൽ തന്നെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകൾ. ഈ ആസാമിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആസാമികളുടെ പ്രധാനപ്പെട്ട ഭാഗം മുഗളന്മാരുടെ സൈനികരാണ്. അവർ മുഗളന്മാരുടെ സൈനികരായിട്ട് വന്ന ആളുകൾ. പിന്നെ മലബാറിനൊക്കെ അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആസാമിലേക്ക് ആളുകളെ നാട് കടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലബാർ പോരാട്ടത്തിലൊക്കെ പങ്കെടുത്ത പല 2 പ്രദേശങ്ങൾക്കാണ് പ്രധാനമായി നാട് കടത്തിയിരുന്നത്. ഒന്ന് ആൻഡമാനിലേക്കും മറ്റൊന്ന് ആസാമിലേക്കും. കാരണം ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ചായത്തോട്ടങ്ങളുണ്ടായിരുന്നു അവിടെ. ഇന്നും യഥാർത്ഥത്തിൽ ഈ പൗരത്വം ക്ലെയിം ചെയ്യേണ്ട ആളുകളൊന്നും ഈ ചായത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ ആദിവാസികൾ, പിന്നെ അതുപോലെ ആസാമീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഗളന്മാരുടെ ഒരു സൈനികരായിട്ട് വന്ന ആളുകളും ഒക്കെ. പിന്നെ ബംഗാളിൽ നിന്ന് കുടിയേറിയ ആളുകൾ, മിയ മുസ്ലിംസ്, ഇങ്ങനെ വിവിധ കാറ്റഗറിയുള്ള ആളുകൾ. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും വൈവിധ്യമുള്ളൊരു ജനതയാണ് ആസാമിൽ ഉള്ളത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവരെ ഏകീകരിക്കാൻ വളരെ പ്രയാസമുണ്ട്. അവരുടെ പൗരത്വം എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യാൻ അവർക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും. അതാണ് ആദ്യം ചെയ്തത്. അങ്ങനെ NRCയിൽ ഉണ്ടായത്. അങ്ങനെ ഒരു 19 ലക്ഷം ആളുകൾ അവരെന്ത് ചെയ്തു, പുറത്താക്കി. പിന്നെ അത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സമരമായിട്ട് വന്ന NRC സമരങ്ങളുടെ ഭാഗമായിട്ട്, അതുപോലെ അതിനെതിരെയുള്ള സമരങ്ങൾ നടന്നപ്പോൾ അത് പ്രത്യക്ഷത്തിൽ അത് മരവിപ്പിച്ചെങ്കിലും
ഇപ്പോൾ പുതുതായി കുടിയൊഴിപ്പിക്കലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന NRCയുടെ തന്നെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ 40 ലക്ഷം ആളുകളാണ് യഥാർത്ഥത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 2200 വീടുകൾ തകർത്തു. ഈ വീടുകളെന്ന് പറഞ്ഞാൽ വലിയ മിഡിൽ ക്ലാസ് വീടുകളാണ്. ഇസ്ലാം ഏരിയകളുള്ള സാധാരണ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുടിയൊഴിപ്പിക്കൽ ഇസ്ലാം ഏരിയയിലുള്ള ആളുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വെൽ സെറ്റഡായ കുറേ കൂടി ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളുടെ വീടുകൾ വരെ അവർ തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഹെക്ടർ ഭൂമികൾ, അതിലൊരു അദാനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതേസമയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അതിൽ പ്രധാനമായും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സയനിസ്റ്റുകൾ ഗസയിൽ ചെയ്യുന്ന ഭക്ഷണം തടയുക, ഭക്ഷണം നിഷേധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വംശഹത്യയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ അത് പാർപ്പിടം നിഷേധിക്കുക, താമസം നിഷേധിക്കുക എന്നുള്ളതാണ്. ബീഹാറിലേക്ക് വരുമ്പോൾ അത് വോട്ട് നിഷേധിക്കുക എന്ന രീതിയിലാണ്. ഇന്ത്യയിൽ തന്നെ സംഘപരിവാർ ഈ പൗരത്വം നിഷേധിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം, ലോക രാജ്യങ്ങൾ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ സന്ദർഭത്തിൽ റോബോട്ടുകൾക്ക് പൗരത്വം വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരല്ല, റോബോട്ടുകൾക്ക് തന്നെ. ഇപ്പോൾ കുറേ മുമ്പ് തന്നെ സൗദി അറേബ്യ സോഫിയ എന്ന് പറയുന്ന ഒരു യന്ത്രമനുഷ്യക്ക് പൗരത്വം നൽകി, അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങളെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നത്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NRC ഉണ്ടോയെന്ന് ചോദിച്ചാൽ NRC പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആസാമിൽ വളരെ വ്യവസ്ഥാപിതമായി ഹെക്ടർ കണക്കിന് ഭൂമി, വനഭൂമിയാണെന്നാണ് പേരിന് പറയുന്നത്. പക്ഷേ കുടിയൊഴിപ്പിക്കുന്നതിൽ 70% മുസ്ലിങ്ങളാണ്. അതേസമയം ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, മറ്റു ഗോത്ര വിഭാഗങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ കുടിയൊഴിപ്പിക്കലിലേക്ക് അവരെ നയിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 3 മാസത്തെ സോഷ്യൽ മീഡിയ ആസാമിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ വളരെ ശക്തമാണ്. ബംഗാളികളെയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രിയൊക്കെ ചോദിക്കുന്നത്, ബംഗാളികൾ എന്താണ് ഇന്ത്യക്കാരല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അവർ ഇന്ത്യക്കാരല്ല, അവരെ കുടിയൊഴിപ്പിക്കേണ്ട ആളുകളാണ് ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയതിന് ശേഷം വളരെ കൂളായിട്ടാണ് ആളുകൾ അടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് സന്ദർശിക്കുന്ന പുറത്തുനിന്ന് ആളുകളുണ്ട്. ഇപ്പോൾ APCR പോലെയുള്ള അതുപോലെയുള്ള സംവിധാനങ്ങളുടെ പുറത്ത് നിന്ന് ആളുകൾ വന്ന് സന്ദർശിക്കുന്നു, അവിടെ വിസിറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ ആ ലൊക്കേഷനിലേക്ക് ഒരു അനുവദിക്കുന്നില്ല. വാർത്തകൾ പലതും എന്ത് ചെയ്യാണ്, തടയാണ്. ശരിയായ രീതിയിലുള്ള, കാരണം നമ്മളിപ്പോൾ ലഭ്യമായ കണക്കിനേക്കാൾ ഭീകരമായിരിക്കും കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആസാമിലൊരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇതിലുണ്ട്, അതേപോലെ അവരുടെ ഒരു എത്നിക് ഇൻട്രസ്റ്റ് ഉണ്ട്, റിലീജിയസ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ ഒരു പൊളിറ്റിക്സിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഒരു പരീക്ഷണശാലയായി ആസാം മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കമാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ അസാമിലും ബീഹാറിലും പ്രകടമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഷാഫി പറഞ്ഞതുപോലെ ഒരു വംശഹത്യാ പദ്ധതിയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ജനവിഭാഗത്തെ സമ്പൂർണ്ണമായി ഇവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇത്. ഏതെങ്കിലും ഒരു രേഖയില്ലാത്ത കുറച്ചാളുകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ രേഖ ഹാജരാക്കാൻ കഴിയാത്ത ആളുകൾ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ അസം അത്തരം പ്രദേശങ്ങളുടെ പ്രത്യേകത ഇടയ്ക്കിടെ പ്രളയം സംഭവിക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾ വരെ പുറത്താക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വംശഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയത്ത് ഒരു ജനവിഭാഗത്തെ ഒരു നാട്ടിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നടക്കുന്ന ലാർജർ സ്കെയിൽ പ്രൊജക്റ്റുകൾ കൂടിയാണ് ഇവിടെ പറഞ്ഞതുപോലെ. കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റിൽഡായി ജീവിക്കുന്ന ആളുകളുടെ വലിയ വീടുകൾ തന്നെ തകർക്കപ്പെടുകയാണ്. അതാണെങ്കിൽ അതൊരു കുറഞ്ഞുണ്ട്. ഇപ്പം തന്നെ 3000-ഓളം വീടുകൾ, അല്ലെങ്കിൽ അത്രത്തോളം വീടുകൾ തകർക്കപ്പെട്ടു. ഒരു 39 ലക്ഷം മനുഷ്യരിലേക്ക് നീളുന്ന വലിയൊരു ലിസ്റ്റാണിത്. ഇപ്പുറത്ത് ബീഹാറിലേക്ക് വന്നാൽ, ബീഹാറിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന പേരിൽ ഇപ്പോൾ നടന്നത്, മൊത്തം വോട്ടർ പട്ടികയിൽ 20% ആളുകൾ നിലവിൽ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതൊരു ലക്ഷക്കണക്കിന് ആളുകളാണ്, അതൊരു 8 ലക്ഷം അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന ആളുകൾ, കോടി കവിയും അത്രയധികം ആളുകൾ പുറത്താക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വളരെ പ്രകടമായി വംശഹത്യാ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പൊളിറ്റിക്കൽ പവർ ഷെയർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ആസാം അല്ലെങ്കിൽ ബംഗാളി മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു മെയിൻ കാറ്റഗറി ആയിട്ട് മാറാനുള്ള ഒരു പ്രധാന റീസൺ അതാണ്. അതിവിടെ മാത്രമല്ല, ഈവൻ ബംഗാളിൽ പോലും ഒരു ഇലക്ട്രലി ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബംഗാളി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നന്ദിഗ്രാമിലും സിംഗ്രൂരിലും അക്രമം CPM നടത്തി.
വിത്തിൻ വൺ സിംഗിൾ ഇലക്ഷൻ എന്ത് ചെയ്യാണ്, മൊത്തം ഭരണം മാറി, റിസൾട്ട് മാറി. അതായത് 35 വർഷത്തെ ഭരണം തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുകയാണ്. അപ്പോൾ ശരിക്ക് ബംഗാളി മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറി ഇന്ത്യയിൽ ഇലക്ട്രലി പവറിനെ ഡിഫൈൻ ചെയ്യുന്നൊരു കാറ്റഗറിയാണ്. അതുകൊണ്ട് അമിത് ഷാ നേരത്തെ പിന്നെ വംശഹത്യൻ്റെ എന്തോ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അതായത് അമിത് ഷാ ബംഗാളി മുസ്ലിങ്ങളെ ടെർമൈറ്റ്സ് ചെതലുകൾ എന്നാണ് പറയുന്നത്. 2000 അത് രാജസ്ഥാനിൽ വന്നിട്ടാണ് അവിടെ പറയുന്നുണ്ട്, 2 സ്ഥലത്ത് ആസാമിൽ ആ ഒരു സമയത്ത് പറയുന്നുണ്ട് ഇവര് ഇന്ത്യയിൽ അരിച്ചു കയറിയ ചെതലുകളാണ്. അത് ആസാമിലെ മാത്രം ബംഗാളി മുസ്ലിങ്ങളല്ല, ഈവൻ മുർഷിദാബാദിലെയും മുസ്ലിങ്ങളെ ആ ഒരു അമിത് ഷാ മാർക്ക് ചെയ്യണത് ഇതാണ്. അതൊക്കെ ഭയങ്കര വംശഹത്യാ പദ്ധതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഹിറ്റ്ലർ ജൂതന്മാരെ എലികൾ എന്നാണ് വിളിക്കുന്നത്, മൗസ്, നോ മൗസ്. സമാന പ്രയോഗങ്ങൾ ഇസ്രായേൽ ഫലസ്തീനികളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന പലതരം പ്രയോഗങ്ങൾ അങ്ങനെയും. അപ്പോൾ നോ മൗസ് നോ ജ്യൂസ് എന്ന് പറയുന്ന പോലെ നോ ടെർമൈറ്റ്സ് നോ ബംഗാളീസ് എന്നുള്ളതാണ് ഓരോരോ ഒരു കാറ്റഗറൈസേഷൻ അവിടെ നടക്കുന്നത്. ബീഹാറിൽ ഇതേപോലെ ചെയ്യുന്നത് വോട്ട് ബന്ദി എന്നുള്ളതാണ്. വോട്ട് ബന്ദിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ 13 കോടിയാണ് ബീഹാറിലെ ജനസംഖ്യ. ഒരു 8.9 അവിടുത്തെ വോട്ടർമാർ എന്ന് പറയും. ഏകദേശം 90 ലക്ഷത്തോളം ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഈ വോട്ട് ബന്ദി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു 3-4 കാറ്റഗറിയാണ്. ഇപ്പോൾ നമ്മൾ രേഖകൾ നഷ്ടപ്പെടുന്നതല്ല, രേഖകൾ ഉണ്ടായാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ രേഖകൾ ഇതൊരു ഇവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് ഇവർ ഫ്രെയിം ചെയ്യണം, ഇങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ പല ഘടകങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മൾ സാധാരണ രേഖകളെന്ന് പറയുന്ന രേഖകളൊന്നും അതിന് ചിലപ്പോൾ ആധാർ രേഖയായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിച്ചില്ല ഇതുവരെ. എന്നല്ല ഈ പറഞ്ഞ ആളുകൾ പുറത്തായതിൽ നല്ലൊരു ശതമാനം ആധാർ കാർഡ് രേഖയെ അംഗീകരിച്ചാൽ അവരെ അകത്തേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടെ വോട്ട് ബന്ദി 1987 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ, അല്ല മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ജന്മസ്ഥലം, ജനന തീയതി ഇതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1987 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ ഞാനാണ് ആ രേഖ ഹാജരാക്കുന്നത്, എൻ്റെ രക്ഷിതാക്കൾ ഒരാളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അതേ സെയിം രേഖകൾ വീണ്ടും എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. മൂന്നാമത്തെ കാറ്റഗറി 2004 ആണ്. 2004 ഉള്ള ഒരാളാണെങ്കിൽ ആ 2004 ആളുടെ 2 ആളുകളുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും രേഖകൾ എന്ത് ചെയ്യണം, ഹാജരാക്കണം. ഇങ്ങനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ വോട്ട് നിഷേധിക്കും, വോട്ട് തടയും. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. 2004 ഏറ്റവും ലേറ്റസ്റ്റ് വോട്ടർമാരാണ്. അപ്പോൾ ബീഹാറിലെ ഈ പറഞ്ഞതുപോലെ ഈ പവർ ഷെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഉള്ള ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഏരിയ. ഇപ്പോൾ ഈ വോട്ട് ബന്ദിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് തടയപ്പെട്ട ആളുകളെ ഏത് മണ്ഡലങ്ങളിലാണ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലങ്ങൾ. അതെ, അവിടെ വളരെ നിർണായക ശക്തിയാണ്. അവർ മുസ്ലിം പാർട്ടികളൊക്കെ സ്വന്തമായിട്ട് മത്സരിക്കുന്ന ഏരിയ. അപ്പോൾ അവിടെ ബോധപൂർവം അപ്പോൾ ഈ വോട്ട് ബന്ദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ NRCയുടെ തന്നെ വേറൊരു വെർഷനാണ്. നമ്മൾ ഈ കുടിയൊഴിപ്പിക്കൽ തടയുക എന്നുള്ളതല്ല, വോട്ട് തടയുന്നതോടുകൂടി. കാരണം ഇവരുടെ ചോദിക്കുന്ന രേഖകൾ റേഷൻ കാർഡ് മതിയായ രേഖയല്ല, ആധാർ കാർഡ് മതിയായ രേഖയല്ല. അവരിവിടെ ജനിച്ചവരാണ് എന്ന് തെളിയിക്കണം. ഞാൻ ജനിച്ചു എന്ന് തെളിയിച്ചാൽ പോലെ എൻ്റെ പിതാവ് ജനിച്ചു എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ പിതാവും മാതാവും ജനിച്ചു എന്ന് തെളിയിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് വോട്ടർമാരിൽ മാതാപിതാക്കൾ ഇവിടെ ജനിച്ചവരാണ് എന്ന് തെളിയിക്കണ സർട്ടിഫിക്കറ്റും ഞാൻ ഹാജരാക്കിയാലാണ് ഈ ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആളുകളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. ഇനി അവർക്ക് ഇപ്പോൾ പുതിയ വിധി അനുസരിച്ച് കുറേ ആളുകൾക്ക് വേണമെങ്കിൽ ആധാർ കാർഡ് അംഗീകരിച്ചാൽ തിരിച്ചു വരാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ഇത് അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ കേരളത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇങ്ങനത്തെ വിവാദങ്ങൾ, ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിവാദങ്ങൾ ഇത്ര പവർ ഷെയറിനെ വളരെയധികം ബാധിക്കുന്നതായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ പവർ ഷെയർ അല്ലെങ്കിൽ പവറുള്ള സ്ഥലങ്ങളിലാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇമേൽ കാഫർ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾ നിർണായകമായ മണ്ഡലങ്ങളിലാണ് ഇത്തരം വിവാദങ്ങൾ കുറച്ചുകൂടി ഡിഫെൻസീവായ പ്രതിരോധങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊരു ബീഹാറിലോ ആസാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തോ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇത്തരം ഒരു എലമെൻ്റ് എല്ലാ സ്ഥലങ്ങളിലും ഏറിയോ കുറഞ്ഞോ വർക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അസമിലെ വ്യാപകമായ കുടിയൊഴിപ്പിക്കലുകൾ, ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ SIR പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് ബന്ദി, ആളുകൾക്ക് വോട്ട് നിഷേധം, ഇതിൻ്റെ തുടർച്ചയിലാണ് രാജ്യത്ത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു.
നമ്മളൊരു വിശദാംശങ്ങളിലേക്ക് പോയാൽ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അർത്ഥത്തിലുള്ള സ്കാം നടന്നിരിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭീകരമായ ലെറ്ററുകൾ, കേവലാക്ഷരങ്ങൾ മാത്രമുള്ള പേരുകൾ, അഡ്രസ്സുകൾ, അങ്ങനെ ഇപ്പോൾ നമ്മളൊരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഒരു കാലത്ത് കൂടിയാണല്ലോ നമുക്കിത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾക്ക് ആളുകളെ വോട്ട് ചേർക്കുന്നത്, എന്തൊക്കെ രേഖകളാണ് പോകുന്നത്, ഈവൻ നമ്മൾ ഹിയറിങ്ങിന് പോകുന്നു. ഇങ്ങനെയൊക്കെ പ്രൊസീജിയറുള്ള ഒരു രാജ്യത്ത് അത്ര വലിയൊരു സംവിധാനത്തിന് കീഴിലാണ് ഇത്ര ഭീകരമായ ഞെട്ടിക്കുന്നത് ഒരു സാമ്പിളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അത് ഇനിയും മുന്നോട്ട് പോയാൽ വലിയ അർത്ഥത്തിൽ അത് ഉത്തരേന്ത്യയിലല്ലേ എന്ന് സമാധാനിക്കാൻ പോലും കഴിയാത്ത വിധം ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ പറയപ്പെടുന്ന സ്വഭാവത്തിൽ ഇതേ പാറ്റേണിൽ വലിയ അർത്ഥത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. അർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ് വോട്ട് ചോരി എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. വോട്ട് ചോരി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു രാഹുൽ ഗാന്ധി ചെയ്ത പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ്. തൻ്റെ ഇടമുള്ളൊരു പ്രവർത്തനമാണ്. വളരെ ഭാരിച്ചൊരു കാര്യമാണ്. ഇത്രയും എഫേർട്ടായ ഒരു കാര്യമാണ്. അതെ അതെ. അതൊരു രാഷ്ട്രീയ നേട്ടം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഈ ജനങ്ങളിലെ പ്രത്യേകിച്ച് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പവറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കൺസേൺ അതിലുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നതിൽ ഭയങ്കര തൻ്റെ ഇടവും ധീരതയും അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. അതേസമയം ഇവിടെ നമ്മൾ ഈ വോട്ട് എന്ന് പറയുന്നതല്ല, ഇപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, സംഘപരിവാറിൻ്റെ ഒരു പവർ പൊളിറ്റിക്സിൽ എന്തായാലും വോട്ട് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയുള്ളൂ. ആ വോട്ട് മോഷ്ടിച്ച വോട്ടാണ് എന്നതോടുകൂടി കോൺഫിഡൻസിനെ വലിയായിട്ട് ബാധിക്കും. അതിനുശേഷമുള്ള BJPയുടെ ആളുകളുടെ പ്രസ്താവനകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർ അതിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. രണ്ടാമത്തൊന്ന്, ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ വാർത്താ സമ്മേളനം എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഈ കാര്യങ്ങളില്ല എന്നല്ലല്ലോ പറയുന്നത്. ഇത് ചോദിക്കരുത്, അല്ലെങ്കിൽ ചോദിച്ചതിനിപ്പോൾ ഒരുപാട് റെലവൻ്റായ ചോദ്യങ്ങൾ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത് ഉയർത്തിയ ആളുകൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ വോട്ട്, അതുപോലെ പൗരത്വം, അതുപോലെ താമസം, ഭക്ഷണം, ഇതൊക്കെ പ്രത്യേക സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കൊക്കെ ചുരുക്കുന്ന വളരെ ലാർജറായൊരു പദ്ധതിയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ വോട്ട് ചോരി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഈ പവർ ഷെയറിംഗ് എന്ന് അവരെ ഡിഫൈൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റികളെ ഒഴിവാക്കുക എന്നുള്ളൊരു സാധനം, അത് ശരിക്കും നമ്മൾ ഈ ഒരു ഇവർ കൊണ്ടുവന്ന നിയമങ്ങളുടെ ഒരു ക്രോണോളജി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 2014 മോഡി അധികാരത്തിൽ വരുന്ന എല്ലാവരും പറയുന്ന അതൊരു ഡെവലപ്മെൻറ്റിനുള്ളൊരു മാൻഡേറ്റാണ്. അതായിരുന്നല്ലോ അവരുടെ ക്യാപ്ഷൻ. അന്നേരം പലരും ഗുജറാത്തിൽ നടന്നതൊക്കെ മറക്കാനാണെന്ന് ശ്രമിക്കണം. അത് ചർച്ചയാക്കാതെ പിന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടാണ് മോഡി 2014 ആൻറ്റി കറപ്ഷൻ അതിലൊരു മേജർ ഘടകമായിരുന്നു. കാരണം അന്ന് സ്കാം, ഹസാര, അതൊക്കെ കൂടിയ ഒരു സാധനമായിട്ടാണ് മോഡി അധികാരത്തിൽ വരുന്നത്. 2019 അതിലൊരു ഹിന്ദുത്വ മാൻഡേറ്റ് എന്ന് പറഞ്ഞ സ്വഭാവത്തിലേക്ക് അത് മാറുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഭയങ്കരമായ ഭൂരിപക്ഷം ലഭിക്കുന്നു. ഇത് നമ്മളുടെ ഹിന്ദുത്വൻ്റെ വിജയമായിട്ട് BJP തന്നെ പ്രസൻറ്റ് ചെയ്യാനും അതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ തുടങ്ങണം. അതിൻ്റെ ശേഷമാണ് ഈ നിയമങ്ങളൊക്കെ ഓരോന്നായിട്ട് വരുന്നത്. ഇങ്ങനെ NRC ഒക്കെ പോലെയുള്ള ഭയങ്കര ഡിസ്ക്രിമിനേറ്റീവായിട്ടുള്ള നിയമങ്ങൾ വരുന്നത് പിന്നെ 2019 ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിലൊരു മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം മജോറിറ്റി ജില്ലകളുള്ളത് കശ്മീരിലാണ്. എണ്ണം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ജമ്മു ആൻഡ് കാശ്മീരിൽ 21-23 എന്തോ ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിം മജോറിറ്റി ഉള്ളത് ആസാമിലാണ്. മൂന്നാമതുള്ളത് ഈ ബീഹാറിലെ 5 സീമാഞ്ചലാണ്. പിന്നെ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ 3, ഉത്തർ ദിനാജ്പൂർ, മുർഷിദാബാദ്, പിന്നെ ഉള്ളത് നമ്മളെ മലപ്പുറം. പിന്നെ ഹരിയാനയിൽ നൂഹ് ഉണ്ട്. അങ്ങനെ UPയിലേതോ ഒന്നുണ്ട്. അങ്ങനെ ഒറ്റക്കാന്നുള്ളത്. പക്ഷേ UPയിലും ബീഹാറിലും പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി NDA ഒക്കെ പവർ ഉള്ളതുകൊണ്ട് അവരെ. പക്ഷേ ഇതിലാദ്യം വരുന്ന നിയമം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന കശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളയലാണ്. അതായത് ഏറ്റവും മുസ്ലിം മെജോറിറ്റി ഉള്ള മുസ്ലിങ്ങൾക്ക് ഡയറക്റ്റ്ലി പവർ ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ് കശ്മീർ. അതിനെ ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്തു കളയാണ് ഏറ്റവും ഫസ്റ്റ് ഇവർ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്യാം. പിന്നീട് യൂണിയൻ ടെറിട്ടറി ആക്കുന്നു. എന്നിട്ട് പിന്നെ അവിടെ ഇലക്ഷൻ നടക്കാൻ പോലും സുപ്രീം കോടതിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവെൻഷന് ശേഷം ഇപ്പോഴാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ പിന്നീട് അതിനെ പദവി
അങ്ങനത്തെ പല പദവികൾ തിരിച്ചു കിട്ടുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധികാരം ഇപ്പോൾ കാശ്മീരിലെ ഗവൺമെൻറ്റിനില്ല. ഇപ്പോൾ പോലീസില്ല, റവന്യൂ ഇല്ല, ലാൻഡ് ഇല്ല, ഫോറസ്റ്റ് ഇല്ല. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടാണ് കൈകാര്യം. അതായത് മുസ്ലിങ്ങളെ പവർ ശരിക്ക് മുസ്ലിങ്ങൾ ഡയറക്റ്റ്ലി പവർ കൈകാര്യം ഒരു സ്ഥലത്ത് നിന്ന് പവർ എടുത്ത കളയാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് പിന്നെ ഒരു പ്രത്യേക സ്ഥലമുള്ള ലക്ഷദ്വീപും കൂടി നമ്മൾ ഓർമ്മിക്കും. പിന്നെ രണ്ടാമതാണ് പിന്നെ NRC/CAA വരുന്നത്. അതായത് ആസാമിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആസാമിലെ മുസ്ലിങ്ങളെ നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഫോർമേഷനാണ്, അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കാണ് NRC/CAA. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ മുസ്ലിങ്ങൾ ഏറ്റവും പവർഫുള്ളായ സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് CAA സമരത്തൊക്കെ നടന്നുകൊടുക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ലക്ഷദ്വീപിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിഷ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറൊക്കെ ഭയങ്കര പോപ്പുലർ ആവണതും ഒക്കെ ആ ഒരു സമയത്താണ്. എന്താ കോടാ പട്ടേൽ എന്നുള്ള കോടാ പട്ടേൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലൊക്കെ അതിൻ്റെ മുദ്രാവാക്യങ്ങളൊക്കെ കുറച്ച് വൈറലൊക്കെ ആയ സമയം. ലക്ഷദ്വീപിൽ ഒരു ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ, അതായത് ഇന്ത്യയിൽ ഏറ്റവും മിനിമൽ ക്രിമിനൽ കേസുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടെ ഗുണ്ട ആക്ട് കൊണ്ടുവരിക. ഇന്ത്യയിൽ ഏറ്റവും ഒരു പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബീഫ് കഴിക്കുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. അവിടെ ബീഫ് ബാൻ ചെയ്യുക. ഇങ്ങനെ ലക്ഷദ്വീപിനെ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ഓരോ മുസ്ലിം മജോറിറ്റി പോക്കറ്റുകളെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബംഗാളിലേക്ക് പക്ഷേ ഈ NRC/CAA മമതാ ബാനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് ഈ NRC/CAA ഒരു ശരിക്കും ബംഗാളി മുസ്ലിങ്ങളെയും കൂടി ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനത്തിന് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റ് ആ സമയത്ത് മുർഷിദാബാദിലൊരു ഭയങ്കര ഒരു റയറ്റ് പ്ലാൻ ചെയ്യുന്നു. അത് രണ്ട് ആളുകളാണ് അതിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ദേശീയ തലത്തിൽ BJPയും കേരളത്തിൽ CPM-ഉമാണ്. ഈ മുസ്ലിങ്ങളെ ഇവർ പുഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ബംഗാളി മുസ്ലിങ്ങളെ ഇന്ത്യൻ്റെ നാനാഭാഗത്തു നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ബംഗ്ലാദേശിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ രേഖകളുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു, രേഖകളുള്ള ആളുകളാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഡൽഹിയിൽ നിന്ന് ബംഗാളികളെ പിടിച്ചിട്ട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബംഗ്ലാദേശിൽ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ പണിക്ക് വന്ന ബംഗാളികൾ, ഡൽഹിയിൽ മാത്രമല്ല ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചത്. 6000 ബംഗാളി വർക്കേഴ്സിന് ഒറ്റ രാത്രിയിൽ നിന്ന് ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്തു അഹമ്മദാബാദിൽ. എന്നിട്ട് ഇവിടെ ജയിലിൽ കൊണ്ടുപോയിട്ടു. അതിൽ 900 ആളുകളെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റി എത്രയോ ആളുകളെ ബംഗ്ലാദേശിലേക്ക് അയക്കാൻ തീരുമാനമാക്കുകയും ചെയ്യും. അങ്ങനെ ബംഗ്ലാദേശിൽ കൊണ്ടുപോയി ഇട്ടത്തിൽ പിന്നെ ഇവർക്ക് രേഖ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബംഗാളിൻ്റെ പോലീസ് പോയിട്ട്, മമതാ ബാനർജീൻ്റെ പോലീസ് പോയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ രേഖകൾ എന്ന് പറയുന്നത് ഇത് രേഖകൾ കാണിക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെയാണ് ഈ ഒരു സംഗതി നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ NRC ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ബോധത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. പക്ഷേ NRC ഏറ്റവും അഗ്രസീവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 19 ലക്ഷം ആളുകളെ പുറത്താക്കിയ ആസാമിൽ 40 ലക്ഷമായി മാറാണ്. ബീഹാറിൽ ഇത്രയും ആളുകളുടെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താവും എന്നതിനെക്കുറിച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ 90 ലക്ഷത്തോളം ആളുകളിൽ നിന്ന് കുറേ ആളുകൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെങ്കിലും കുറേ ആളുകൾ ഇതിൽ നിന്ന് പുറത്താവുകയാണ്. ബംഗാളിൽ ഇത് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പറയാണ്, അതായത് ആസാമിൽ എന്താണോ നടപ്പിലാക്കുന്നത് ബംഗാളിലും നടപ്പിലാക്കണം എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വളരെ ഭംഗിയായി NRC എന്ന് പറയുന്ന സംവിധാനം നേരത്തേക്കാൾ അഗ്രസീവായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇത് രാജ്യത്തെ എങ്ങനെ ബാധിക്കും, ഇവിടുത്തെ ഡെമോക്രസി, ഇവിടുത്തെ ആശയങ്ങളെ, ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് വളരെ ക്രൂഷ്യലായി ചർച്ച ചെയ്യേണ്ട ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളിൽ. എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭങ്ങളും അതുപോലെ സംസാരങ്ങളും ഡിബേറ്റുകളൊക്കെ നേരത്തേക്കാൾ ഉയർന്നു വരേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിനെക്കുറിച്ച് ആസാമിനെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ബീഹാറിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു അധികാര യാത്രയൊക്കെ കൊണ്ട് ബീഹാർ ലൈം ലൈറ്റിലുണ്ട്. പക്ഷേ അതെ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബീഹാറിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. കേരളത്തിൽ ഇതുപോലുള്ള ചർച്ചകൾ നടക്കുന്നേയില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ആസിഫ് മുജ്തബ പറഞ്ഞ ജേർണലിസ്റ്റ് ആസാമിൽ പോയതിൻ്റെ ഒരു പോസ്റ്റ് മൂപ്പരിട്ടീനല്ലോ. മൂപ്പര അവിടെ പോയി ഇവർക്ക് അങ്ങോട്ടൊന്നും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് പുറമേ നിന്നുള്ള ജേർണലിസ്റ്റുകൾക്കോ ഒന്നും പ്രശ്ന പ്രവേശങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഡെൻസിറ്റി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പറയപ്പെടുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമിലറാണ്. ഗസയിൽ ഇപ്പോൾ ഈവൻ ലാസ്റ്റ് വീക്ക് പോലെ ഓസ്ട്രേലിയയും ജർമ്മനിയും ഒക്കെ
ഒരു 27 രാജ്യങ്ങൾ സൈൻ ചെയ്ത ആ ഒരു പെറ്റീഷനിൽ അവർ പറയണത് പുറമേയുള്ള ജേർണലിസ്റ്റുകളെ ഗസയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കണം എന്നുള്ളതാണ്. അപ്പം അതുപോലെ ശരിക്കും ആ ഒരു സെയിം മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് ഇവരും വർക്ക് ചെയ്യണത്. അപ്പോൾ ശരിക്കും നമ്മൾ ജനസൈഡിനെ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹോളോകോസ്റ്റിനെ ഒരു ഫ്രെയിം വർക്കാക്കി വെച്ചിട്ട് അത്ര മരണങ്ങൾ നടക്കുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഇത്ര ആളുകളെ തള്ളിവിടുക, ഗ്യാസ് ചേമ്പറിൽ നടക്കുക, അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്നത്. ഗസയിൽ ഇപ്പോൾ ഇത്രയും ഡെത്ത് ഒക്കെ നടന്ന് തുടങ്ങിയപ്പോഴാണ് ആളുകൾ അതിനെ ജനസൈഡിൽ നിന്ന് വിളിക്കാൻ പോലും തുടങ്ങണതല്ലോ. പക്ഷെ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു വഴിയുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും ബോധവടല്ല. ഈ ജനസൈഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഹിന്ദുത്വൻ്റെ തന്നെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആക്കിയിട്ട് മാറ്റുക. അതായത് അധികാരമില്ല, വോട്ട് ചെയ്താൽ അതുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ശ്രമം ശരിക്കും നമുക്ക് ആസാമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ ആസാം മാറുകയാണ്. അപ്പോൾ ജനസൈഡാണോ ജനസൈഡലാണോ ഒക്കെ ചോദിച്ചിട്ടുള്ള ഡിബേറ്റുകളും ഇപ്പം എന്തായാലും ആസാമിൽ ഫാസിസമാണോ എന്നുള്ള ഡിബേറ്റ് വേറെ ഉണ്ട്, അവിടെ നിന്ന് പോരാത്ത ഡിബേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ വളരെ ഗൗരവത്തിൽ ഡിസ്കഷനും പ്രക്ഷോഭങ്ങളൊക്കെ റൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ക്രൂഷ്യലായിട്ടാണ് ആളുകളെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ശരിക്കും ഇത് വരുന്നൊരു സമയത്ത് നേരത്തെ ജോസഫ് പറഞ്ഞ പോലെ ഈ പൗരത്വ നിയമത്തിൻ്റെ ഒരു ത്രട്ട് അവസാനിച്ചു, അല്ലെങ്കിൽ അത് നമ്മളൊരു പ്രക്ഷോഭത്തിലൂടെ അത് നിലവിൽ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു അവസ്ഥ നിലവിലുണ്ട് എന്ന് തന്നെയാണ് ഈ ഡിസ്കഷൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ശരിക്കും ഇപ്പോൾ അസമിൽ നടക്കുന്നത് അവിടെ മാത്രം നടക്കുന്ന ഒരു കുടിയൊഴിപ്പിക്കൽ, ബീഹാറിൽ എന്തോ ഒരു വോട്ടർ പട്ടികയെ ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈ പറഞ്ഞ സ്വഭാവത്തിൽ ഒരു ലാർജർ മുസ്ലിം റെപ്രസെൻറ്റേഷൻ എന്നത് വളരെ പ്രകടമായി ഇതിനകത്ത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന ജനസൈഡ് വളരെ ആസൂത്രിതമായി ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊരു കോണ്ടെക്സ്റ്റിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ ഇവിടുന്ന് പുറത്താക്കണം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വേറെ അർത്ഥത്തിൽ പൗരത്വ നിഷേധം അല്ലെങ്കിൽ പൗരത്വ നിഷേധിക്കുന്ന പ്രവണത നമ്മൾ നേരത്തെ CAA NRC ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് വളരെ എഫക്റ്റീവായി മറ്റൊരു വഴിയിലൂടെ നടപ്പിലാക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക എന്ന് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് തെരുവിലും എല്ലാ അർത്ഥത്തിലും ഉണ്ടാവേണ്ടുന്നൊരു സന്ദർഭം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.